100 വർഷത്തെ പാരമ്പര്യം അവകാശപ്പെടുന്ന മുജാഹിദ് പ്രസ്ഥാനം പണ്ട് കാലം മുതലേ നമ്മൾ ഖുറാഫികൾക്കും മറ്റ് സംഘടനകൾക്കൊക്കെ കൊടുത്തിരുന്ന മറുപടിയായിരുന്നു 1971 ഉമർ മൗലവിയോട് ഒരു ചോദ്യം ഒരു ഖുറാഫി പണ്ഡിതൻ ചോദിച്ചപ്പോൾ അദ്ദേഹം കൊടുത്ത മറുപടി, അതായത് ജിന്നുകളും മലക്കുകളും ആ ഗതിമുട്ടിയ മുഅ്മിനെ സഹായിക്കാൻ വന്നെത്തും എന്ന് പ്രതീക്ഷിക്കാം, ഇതാണ് ഹദീസിന്റെ ഉപദേശം. ഈ ഹദീസിനെ അടിസ്ഥാനമാക്കി ആരെങ്കിലും മൊഹിദ്ദീൻ ഷെയ്ഖെ എന്നെ രക്ഷിക്കണേ എന്ന് വിളിച്ചാൽ അവനെ സഹായിക്കാൻ ആരും എത്തുകയില്ല. അങ്ങനെ യാ ഇബാദല്ല എന്ന് വിളിച്ചാൽ ജിന്നുകളും മലക്കുകളും ആണ് ഉദ്ദേശം എന്ന് പറഞ്ഞിരുന്നു പണ്ട്. പക്ഷെ ഇന്ന് ആ ഉദ്ദേശം വന്നു കഴിഞ്ഞാൽ അത് ശിർക്കാണെന്നാണ് നമ്മൾ മുജാഹിദ് പ്രസ്ഥാനം ഇപ്പം നമ്മൾ വാദിച്ചു കൊണ്ടിരിക്കുന്നത്. വാദം മാറി. അപ്പം ഈ മുജാഹിദ് പ്രസ്ഥാനം തൗഹീദിൽ നിന്ന് പയച്ചു പോയി. 2012 നമുക്ക് തൗഹീദ് മനസ്സിലായത്? 2012 ശേഷമാണോ തൗഹീദ് മനസ്സിലായത്? ഈ മുൻഗാമികളായ ആളുകൾക്ക് തൗഹീദ് മനസ്സിലായില്ലേ എന്നാണ് എൻ്റെ ചോദ്യം. ചോദിച്ച ചോദ്യത്തിൽ ആദ്യം പരാമർശപ്പെട്ട വിഷയം എന്താ വെച്ചാൽ, ഇസ്ലാം മാസികയിലെ ലേഖനം ഷിർക്കാണെന്ന് കേനമുകാർ പറയുന്നുണ്ട് എങ്കിൽ ഉമർ മൗലവി സൽസബിയിൽ പ്രസിദ്ധീകരിച്ച അബ്ദുറഹ്മാൻ പാലത്ത് എന്ന ജാമിയ സലഫിയിലെ വിദ്യാർത്ഥി ഒരു മുസ്ലിയാർക്ക് കൊടുത്ത മറുപടിയിൽ പറയുന്ന വാചകം അത് ഷിർക്കാണോ കുഫറാണോ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. കേട്ടോളൂ, എന്താണ് വിഷയം. അപ്പോൾ ജനനിബിഡമായ ഒരു പ്രദേശത്ത് വെച്ച് മൊഹിദ്ദീൻ ഷെയ്ഖിനെ വിളിച്ച് തേടാൻ എന്തൊരു പ്രദേശത്ത് വെച്ച് മൊഹിദ്ദീൻ ഷെയ്ഖിനെ വിളിച്ചു തേടാൻ എന്തൊരു വെളിച്ചമാണ് ഈ ഹദീസിൽ നിന്നും ലഭിക്കുന്നത് എന്ന് പറഞ്ഞാൽ, യാ ഇബാദല്ലാ എന്ന ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ മരിച്ചുപോയ മഹാത്മാക്കളായ അർവാഹുകളെ വിളിക്കാൻ ഒരു തെളിവില്ല. കാരണം അവിടെ എന്താണ്, അർന്ന് ഫലാത്താണ്. അവിടെ ഒരിക്കലും ജനങ്ങളില്ലാത്ത, ഒരു മനുഷ്യരും ഇല്ലാത്തൊരു സ്ഥലമാണ്. വിജനം എന്ന് പറഞ്ഞാൽ ജനമില്ലാത്തൊരു മരുഭൂമിയാണ്. അപ്പം ആ മരുഭൂമിയിൽ വെച്ചുകൊണ്ട് അവിടെ ഒരാൾ എന്തെങ്കിലും പ്രയാസം അനുഭവപ്പെടുക, വാഹനം നഷ്ടപ്പെടുകയോ വഴി തെറ്റുകയോ ചെയ്താൽ യാ ഇബാദല്ലാ ഈ സൂനി എന്നോ അല്ലെങ്കിൽ യാ ഇബാദല്ലാ ഹെബ് സൂനി എന്നോ ദുല്ലൂനി അല്ലെ തൊരീഖ് എന്നോ അല്ലെങ്കിൽ ഓടി വരുന്ന വണ്ടിയരിയോ എന്നോ പറയുന്ന ഒരു ശബ്ദം പുറപ്പെടുവിക്കുന്ന വിഷയത്തിൽ മുസ്ലിയാരെ അവിടെ മൊഹിദ്ദീൻ ഷെയ്ഖിനെ വിളിക്കാൻ നിങ്ങൾക്ക് തെളിവില്ല. അതേപോലെ ആളുകളിലോടുന്നാലും മൊഹിദ്ദീൻ ഷെയ്ഖിനെ വിളിക്കാൻ ഈ ഹദീസിൽ നിങ്ങൾക്ക് തെളിവില്ല. കാരണം ഇവിടെ മനുഷ്യ സൃഷ്ടികളെ വിളിക്കാൻ മനുഷ്യ സൃഷ്ടികൾ ഈ ഹദീസിൻ്റെ ഉള്ളടക്കത്തിലില്ല. മറിച്ച് അവിടെ ഉള്ളത് മലക്കാണ്. പിന്നെ ഹിജറ 1200 വരെ അങ്ങനെ തന്നെയാണ്. 100-150 കൊല്ലമായിട്ടുള്ളൂ ഈ റിപ്പോർട്ടിൽ ജിന്നും പെടും എന്ന്, മുസ്ലിം ജിന്നും പെടും എന്ന് പറഞ്ഞിട്ട്. അള്ളാഹു അങ്ങനെ മനസ്സിലാക്കിയ തെറ്റുണ്ടെങ്കിൽ തിരുത്തുക. അപ്പം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷം പിന്നീട് ഈ ദുർബല ഹദീസ് ചർച്ച ചെയ്യപ്പെട്ട പണ്ഡിതന്മാർ ഏകദേശം 1300 ചില്ലാനം കൊല്ലം വരെ അതിൽ മലക്ക് മാത്രമാണ് ചർച്ച ചെയ്യുന്നത്. പിന്നീടാണ് ജിന്നിൻ്റെ ഒരു സംസാരം അതിലേക്ക് വന്നിട്ടുള്ളത്. ശരി, ആയിക്കോട്ടെ, മലക്കായാലും ജിന്നായാലും അവിടെ ആ സൃഷ്ടികളെ വിളിച്ച് സഹായം തേടാൻ ആ ദുർബല ഹദീസിൽ പറയുന്നില്ല. അതുകൊണ്ട് തന്നെ അതിൻ്റെ മത്തനിൽ ഷിർക്കുണ്ടോ ഇല്ലേ എന്ന് ചർച്ച ചെയ്ത പണ്ഡിതന്മാരൊക്കെ പറഞ്ഞു അതിന് മത്തനിൽ ഷിർക്കില്ല. കാരണം എന്തുകൊണ്ടാണ്? ജബ്ബാർ മൗലവി പറഞ്ഞത്, ഇരുളിൻ്റെ മറവിൽ തപ്പിത്തട നീങ്ങുന്ന ഒരു മനുഷ്യന് ശബ്ദം കേട്ടപ്പോൾ ആ ശബ്ദത്തിൻ്റെ ഉടമ ജിന്നാണെന്ന് വിശ്വസിച്ചുകൊണ്ട് ആ ജിന്നിനോടാണ് സംസാരിക്കുന്നത്. എന്നാൽ ഈ ഹദീസിൽ ഓടി വരണേ വണ്ടി വരണേ എന്ന ഒരു ശബ്ദം, ഒരു ദിക്ർ, അത് പുറപ്പെടുവിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ദിക്റിൻ്റെ ബാബിലാണ് പണ്ഡിതന്മാർ ഇത് കൊടുത്തിട്ടുള്ളത്. എന്നാൽ അവിടെ ആ സംസാരത്തിൽ ഓടി വരണേ വണ്ടി വരണേ എന്ന് നമ്മൾ പറയുമ്പോൾ അവിടെ ഉദ്ദേശം എന്താണ്? അവിടെ ഉദ്ദേശം മലായിക്കത്തുകളാണ്. ആ മലായിക്കത്തുകൾ അള്ളാഹു താല അവിടെ ഏർപ്പെടുത്തിയതാണ് എന്നാണ് ഹദീസിൻ്റെ ഉള്ളടക്കത്തിലുള്ളത്. മാത്രമല്ല ആ ഹദീസിൽ പറയുന്നത് അവരവിടെ പ്രസൻ്റ് ആണെന്നാണ്. ഹദീസിൽ പറയുന്നത് ഹാദിർ എന്ന ഹദീസിലാണ് വന്നത്. ആ ഹദീസിൽ വന്നത് ഹാദിർ എന്ന പദപ്രയോഗമാണ്. അപ്പോൾ അവിടെ മാത്രം ഖാസായ, ആ പ്രദേശത്ത് മാത്രം ഖാസായ ആ യഹ്ഫദൂന മിൻ അംരില്ല, അള്ളാഹു തആലയുടെ മലായികത്തുകൾ നിങ്ങളെ സംരക്ഷിക്കാനുണ്ട് എന്ന് ഖുർആൻ പറഞ്ഞ പ്രകാരം ഈ ഹദീസിൽ എന്ത് വന്നിട്ടുണ്ട്? അങ്ങനെ ഒരു സംഗതി വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരാൾ യാ ഇബാദല്ലാ എന്ന് വിളിക്കല്ലാതെ യാ ജിന്ന് യാ മലക്ക് എന്ന് വിളിച്ചാൽ അവിടെ ശിർക്ക് തന്നെയാണ് സഹോദര. അതുകൊണ്ട് ഉമർ മൗലവി അവിടെ എഴുതിയത് ജിന്നിനെ വിളിച്ച് സഹായം തേടാൻ പറഞ്ഞിട്ടില്ല. നീ അവിടെ പറഞ്ഞ വാചകം ഞാൻ വായിച്ച് കേൾപ്പിച്ചു തരാം. എന്താണ്? കേട്ടോളൂ. സഹായി
സഹായത്തിനൊരു വെളിച്ചം, സഹായത്തിന് ലൈറ്റ് കുറവുണ്ട്, ക്ലിയർ കുറവുണ്ട്. ഓക്കെ. സഹായിക്കാൻ ആരെയും കാണാതെ അത്യധികം വിഷമത്തിൽ അകപ്പെടുന്ന സമയത്ത് യാ ഇബാദല്ലാ എന്ന് വിളിച്ചാൽ അള്ളാഹുവിൻ്റെ മലക്കും അതേപോലെ തന്നെ ജിന്നുകളും ആ ഗതിമുട്ടിയ മുഅ്മിനിനെ സഹായിക്കാൻ വന്നെത്തുമെന്ന് പ്രതീക്ഷിക്കാം. എന്താ ഉമർ വലി സൽസബിൽ കൊടുത്തത്? കേട്ടോളൂ. സഹായത്തിനൊരു വെളിച്ചം, സഹായത്തിന് ലൈറ്റ് കുറവുണ്ട്, ക്ലിയർ കുറവുണ്ട്. ഓക്കെ. സഹായിക്കാൻ ആരെയും കാണാതെ അത്യധികം വിഷമത്തിൽ അകപ്പെടുന്ന സമയത്ത് യാ ഇബാദല്ലാ എന്ന് വിളിച്ചാൽ അള്ളാഹുവിൻ്റെ മലക്കും അതേപോലെ തന്നെ ജിന്നുകളും ആ ഗതിമുട്ടിയ മുഅ്മിനിനെ സഹായിക്കാൻ വന്നെത്തുമെന്ന് പ്രതീക്ഷിക്കാം. എന്താ ഉമർ വലി സൽസബിൽ കൊടുത്തത്? യാ ഇബാദല്ലാ, ഓടി തന്നെ വണ്ടി വരുമോ എന്ന് പറഞ്ഞ രൂപത്തിൽ ഒരു ഒച്ച അവിടെ പുറപ്പെടുവിക്കാൻ പറഞ്ഞത് ചെയ്താൽ അവിടെ എന്ത് ചെയ്യും? ആ പ്രതിസന്ധിയിൽ അവിടെ ആ മുഅ്മിനെ സഹായിക്കാൻ ആര് വരും? അള്ളാഹു തആല അവിടെ പ്രസന്റ് ആക്കിയ അള്ളാഹു തആല അവിടെ ഉണ്ട് എന്ന് പറഞ്ഞ മലക്ക്, ഇനി അതിൽ പിൽക്കാലത്ത് പണ്ഡിതന്മാർ പറഞ്ഞ ജിന്ന്, ഈ മുസ്ലിം ജിന്നും ഒരു മലക്കും അവിടെ ഉണ്ടെങ്കിൽ അവർ വന്നിട്ട് എന്ത് ചെയ്യും? ആ അള്ളാഹിന്റെ കൽപ്പന പ്രകാരം ആ സഹായം ആ മുഅ്മിന് നൽകും എന്നതാണ് അതിലുള്ളത്. എങ്കിൽ മുജാഹിദ് കേരളം ചോദിക്കുന്നു, ആരാണ് ഈ ഷിർക്കിന്റെ ആവിഷ്കർത്താവ്? കാരണം കെ ഉമർ മൗലവി തന്നെ ഇതേ ആശയത്തിൽ എഴുതിയ വരികൾ കാണുക. സഹായിക്കാൻ ആരെയും കാണാതെ അത്യധികം വിഷമത്തിൽ അകപ്പെടുന്ന സമയത്ത് യാ ഇബാദല്ലാഹ് എന്ന് വിളിച്ചാൽ അള്ളാഹുവിന്റെ മലക്കുകളും ജിന്നുകളും ആ ഗതിമുട്ടിയ മുഅ്മിനിനെ സഹായിക്കാൻ വന്നെത്തുമെന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇതനുസരിച്ച് മഹാനായ ഉമർ മൗലവി ഷിർക്ക് പ്രബോധകനായിരുന്നു. അതെ, ഉമർ മൗലവിക്ക് തൗഹീദിൽ പിഴവ് സംഭവിച്ചു എന്നും പറയേണ്ടി വന്ന സാഹചര്യം വരെ എത്തി കാര്യങ്ങൾ. ഉമർ മൗലവി പറഞ്ഞതാണല്ലോ പറഞ്ഞത്. ഉമർ മൗലവി അല്ലാണ് നമ്മളത്. നമ്മക്ക് നമ്മളെ ഹദീസിനും ഉമർ മൗലവിക്ക് നമ്മൾക്കും ഒക്കെ ഒരു തത്വമുണ്ട്. വൈഫ് ഹദീസിനും നമുക്കൊരു ആശയം കിട്ടൂല. വേണ്ട, ഒന്നും വേണ്ട, നമ്മളൊന്നും എടുക്കണ്ട. പക്ഷെ അതിൽ നിന്ന് വന്നൊരു തത്വമാണല്ലോ മൂപ്പര് പറഞ്ഞിരിക്കുന്നത്. അതൊന്നും വൈഫിനൊരു തത്വവും കിട്ടൂല. അങ്ങനെയാണെങ്കിൽ മൂപ്പര് എന്താ ആദ്യം പറയേണ്ടത്? ഹദീസിൽ ദുർബലമാണെന്ന് മൂപ്പര് പറഞ്ഞ മൂപ്പര് ബാക്കിയുള്ളവരൊക്കെ അതിന്റെ മുമ്പ് പറഞ്ഞൊക്കെ ഇപ്പൊ നിങ്ങൾ തക്ലീദ് ചെയ്യുന്ന ആളാ? അല്ലല്ല, തക്ലീദല്ല. ഈ പിന്നെ നിങ്ങൾ വൈഫാണ് ആൾ പറഞ്ഞാ പിന്നെ ഉമർ മൗലവിക്ക് തൗഹീദ് മനസ്സിലായിട്ടില്ല. ഉമർ മൗലവിക്ക് തൗഹീദ് മനസ്സിലായാൽ നോക്കിയാൽ നിങ്ങൾ ഞാൻ തൗഹീദീകരിച്ച് അല്ല, അങ്ങനല്ല. അല്ല, ഇബ്നു കസീറിന് തൗഹീദ് ഇരുന്നില്ലേ? അല്ല, അതല്ല. ഇബ്നു കസീർ ഇരുന്നില്ലേ? അല്ലല്ല, നിങ്ങളിപ്പോ ഒരു ഉമർ മൗലവിനെ വലിയ നമ്മളെ പ്രവാചകനായിട്ട് വിചാരിക്കുന്നു. ഉമർ മൗലവി എന്ന് പറഞ്ഞാൽ ഉമർ മൗലവിക്കൊക്കെ പല കാര്യത്തിലും പല തെറ്റുകളും തൗഹീദിന്റെ വിഷയത്തിൽ തന്നെ അബദ്ധം വന്നത് ഞാൻ കാണിച്ചു തരാം. തൗഹീദ് വിഷയത്തിൽ തൗഹീദിന്റെ വിഷയത്തിൽ നമ്മള് ഉമർ മൗലവിക്കും തൗഹീദിൽ പിഴവ് പറ്റിയിട്ടുണ്ടത്രേ. പെട്ടെന്നൊരു നാൾ പൊട്ടിമുളച്ച ഷിർക്ക് വരുത്തിയ വിനകളാണിതൊക്കെ.